നമുക്കറിയാം ഈ മേഖലകളിലൊക്കെ ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകർ തിങ്ങി വസിക്കുന്ന ഒരു പ്രദേശമാണ്. എനിക്ക് തോന്നുന്ന കടുത്തുരുത്തി ബ്ലോക്ക് പരിധിയിലാണ് ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകർ അധിവസിക്കുന്ന പ്രദേശം. പക്ഷെ അതിൻ്റെതായ നിലയിൽ ക്ഷീരകർഷകരെ നമ്മൾ ഏറ്റവും കൂടുതൽ ത്രിതല പഞ്ചായത്തുകളൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ക്ഷീരകർഷകർക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് നമ്മൾ വക മാറ്റിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ ഫണ്ടുകൾ മുഴുവനായി തന്നെ പകുതിയോളം ഫണ്ടുകൾ ക്ഷീരകർഷകർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പശുക്കളെ വാങ്ങി നൽകുന്ന മൃഗത്തായ ഒരു പ്രോജക്റ്റ് നമ്മൾ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പത്തെ വർഷവും ഒക്കെ നടപ്പാക്കി അത് വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കും. ഈ വർഷവും ഇത് തന്നെ ഈ പദ്ധതി നമ്മൾ തുടരുകയാണ്. അതുപോലെ തന്നെ കാലിത്തീറ്റ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്ന പ്രോജക്റ്റ് കഴിഞ്ഞ വർഷവും നമ്മൾ വെച്ചിരുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും ക്ഷീരകർഷകർക്കുള്ള ഏറ്റവും കൂടുതൽ ഒരു പങ്ക് പ്രത്യേകിച്ച് ഉൽപാദന മേഖലയിൽ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മാറ്റിവെക്കുന്നുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷീരമേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സെക്രട്ടറിയാസ് ഇവിടെ പറഞ്ഞിരുന്നു, ഗവൺമെന്റ് ഈ രംഗത്ത് വളരെയേറെ താല്പര്യം ഏറ്റെടുത്ത് വളരെ സഹായങ്ങൾ ചെയ്ത് സബ്സിഡി കൊടുത്ത് ഈ രംഗത്തെ പരിപോഷിപ്പിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. കുറേ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുമുണ്ട്, പഴയതുപോലെ ഇല്ലെന്ന് നമുക്കറിയാം. ഒരുപാട് ക്ഷീര സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് നമ്മൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, സബ്സിഡിയൊക്കെ വെച്ച് കൊടുക്കുന്നു കാലിത്തീറ്റയ്ക്കൊക്കെ. അതുപോലെ തന്നെ പശുവിനെ വാങ്ങാൻ കഴിഞ്ഞ പ്രാവശ്യവും ഒക്കെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പ്രോഗ്രാമിട്ട ഒരു പദ്ധതിയുടെ ഭാഗമായി പണം സബ്സിഡി കൊടുത്ത് ഇപ്രാവശ്യം നമ്മൾ 15,000 രൂപ കൊടുക്കുന്നുണ്ട്. ഒരു 15,000 രൂപ സബ്സിഡി കൊടുത്ത് പശുവിനെ വാങ്ങാനുള്ള ലോണും ഏർപ്പാട് ചെയ്ത് കൊടുത്തുള്ള സഹായങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യുന്നുണ്ട്. ഇവിടെ സെക്രട്ടറിയാസ് പറയുകയുണ്ടായി, ഈ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു ഒറ്റക്കെട്ടാണ്. അതിനകത്ത് രാഷ്ട്രീയപരമായോ മതപരമായോ അല്ലെങ്കിൽ വ്യക്തിപരമായോ ചിന്താഗതികളും പ്രവർത്തനങ്ങളും ചേരിതിരിവുകളും ഒന്നുമില്ല.